വെൽക്കം ടു ഇലക്ട്രിക്കൽ എജുസോൺ. അപ്പോൾ നിങ്ങൾ കമ്പനിയിൽ കണ്ടുപോകുന്നത് എത്ര പേര് കൺഫർമേഷൻ എക്സാം എഴുതാൻ വേണ്ടി കൺഫർമേഷൻ കൊടുക്കുന്നുള്ള ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. അത്യാവശ്യം ലാർജ് നമ്പേഴ്സ് ഓഫ് ഡിഫറൻസ് ഉണ്ട്, അതായത് അപ്ലൈ ചെയ്തതും അതേപോലെ എന്താ കൺഫർമേഷൻ കൊടുത്തവരും തമ്മിൽ അത്യാവശ്യം ലാർജ് നമ്പേഴ്സ് ഓഫ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടാണ്ട് ലെക്ചറിംഗ് പോളിയുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ അതിന്റെ കൺഫർമേഷൻ കൊടുക്കാത്തവരാണെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക. അതേപോലെ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, മാത്സും ഉണ്ട് അതേപോലെ ബേസിക് സബ്ജക്റ്റും ഉണ്ട്. അപ്പോൾ KSEB AEക്ക് ശേഷം ഓക്കെ, അതല്ലെങ്കിൽ വീക്കിലി ജൂൺ മാസം തൊട്ട് എന്ത് ചെയ്യാം, ആഴ്ചയിൽ ഒരു ദിവസമാണെങ്കിൽ ഈ സിവിലും ബേസിക് മാത്സിനും ഒക്കെ സമയം കൊടുത്തിട്ട് ജൂണിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ബേസിക് സബ്ജക്റ്റും മാത്സും നോക്കുക. ഓക്കെ, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സ്ട്രാറ്റജി എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമുക്ക് ചെയ്യാം, എങ്ങനെ ലെക്ചറിംഗ് പോളിയും കൂടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള രീതിയിൽ. ഓക്കെ, അതേപോലെ ജൂലൈ മാസം മാത്രം നോക്കിക്കഴിഞ്ഞാൽ ബേസിക് സബ്ജക്ട് കംപ്ലീറ്റ് ആവും. അങ്ങനെ പല ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ എനിവേ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം, അതായത് എത്ര പേരാണ് കൺഫർമേഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള എക്സാം എന്ന് വെച്ചാൽ 16-ാം തീയതിയാണ് ഫസ്റ്റ് എക്സാം വരുന്നത് അല്ലേ. അതായത് ഓവർസിയർ ഗ്രേഡ് 2 വരുന്നുണ്ട്, അതേപോലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ വരുന്നുണ്ട്, അതേപോലെ ഇലക്ട്രീഷ്യൻ എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഓവർസിയർ ഗ്രേഡ് 2-നെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് 15,607 പേരാണ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തേക്കുന്നത്. ഓക്കെ, 15,601 പേരാണ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ എന്ത് ചെയ്യാ, 9,524 പേര് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എക്സാമിന് വേണ്ടി കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, വെറും 9,524 പേര് മാത്രമേ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. അതേപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇലക്ട്രീഷ്യൻ എക്സാം 1,500 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. പക്ഷെ അതിൽ കൺഫർമേഷൻ കൊടുത്തേക്കുന്നത് 1,131 പേരാണ് കൺഫർമേഷൻ കൊടുത്തേക്കുന്നത്. അതുപോലെ പറയുകയാണെങ്കിൽ ഇലക്ട്രീഷ്യന്റെ എക്സാം ഉണ്ട്, 232 പേരാണ്. അത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണല്ലോ. 232 പേരാണ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പൊ അതിൽ കൺഫർമേഷൻ കൊടുത്തേക്കുന്നത് വെറും 177 പേര്. അതേപോലെ വീണ്ടും ഇലക്ട്രീഷ്യൻ എക്സാം 162 പേര് എക്സാം എഴുതാൻ വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. 115 പേരാണ് കൺഫർമേഷൻ കൊടുത്തേക്കുന്നത്. അതുകൂടാണ്ട് നമ്മൾ ഇലക്ട്രീഷ്യൻ തന്നെ SCക്ക് വേണ്ടിയിട്ട് 100 പേര് 100 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൽ 81 പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓക്കെ, 14,583 പേരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളത്. പക്ഷേ കൺഫർമേഷൻ കൊടുത്തത് എത്ര, 11,743 പേര് മാത്രമേ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. അതുകൂടാണ്ട് ഇതെന്താ, OMR എക്സാം തന്നെയാണ്. രാവിലെ 7:15 തൊട്ട് 9:15 വരെയാണ് എക്സാം. ഓക്കെ, 16/6/2023 രാവിലെ 7:15 തൊട്ട് 9:15 വരെയാണ് എക്സാം. 2/6/2023 തൊട്ട് എന്താ, നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അതായത് 90 മിനിറ്റ് ആണ് ഡ്യൂറേഷൻ. മീഡിയം ഓഫ് എക്സാം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് തന്നെയാണ്. അതിന്റെ സിലബസും കാര്യമൊക്കെ ഓൾറെഡി നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ 11,743 പേര് എന്തുണ്ട്, കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 14,583 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. 11,743 പേര് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ 20-ാം തീയതി നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം ഉണ്ടല്ലേ. ഓക്കെ, അസിസ്റ്റന്റ് പ്രൊഫസർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അപ്പോൾ അതിൽ 4,361 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത് അല്ലെ. 4,361 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലാകെ കൺഫർമേഷൻ കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ കുറച്ച് പേര്, ഏകദേശം 3,230 പേരാണ് അതിന് കൺഫർമേഷൻ കൊടുത്തേക്കുന്നത്. അതും സമയം എന്ന് പറഞ്ഞാൽ 20-ാം തീയതി രാവിലെ 7:15 തൊട്ട് 9:15 വരെ തന്നെയാണ്. 6/6/2023 തൊട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. OMR എക്സാം തന്നെയാണ്. ഓക്കെ, 100 മാർക്കിന്റെ OMR എക്സാം തന്നെയാണ്. 90 മിനിറ്റ് ആണ് ഡ്യൂറേഷൻ ഉണ്ടാവുക. 3,230 പേര് എന്ത് ചെയ്യുന്നുണ്ട്, സബ്മിഷൻ നമ്മ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നമുക്ക് 30-ാം തീയതിയാണ് എക്സാം ഉള്ളത് അല്ലെ. ഓക്കെ, 30-ാം തീയതി നമ്മൾ KSEB ഏകദേശം 18,000-ഓളം ആൾക്കാരോ മറ്റോ ആണ് അപ്ലൈ ചെയ്തേക്കുന്നത് അല്ലെ. കറക്റ്റ് ആയിട്ട് ഓർക്കണം, 18,000 സംതിങ് ആൾക്കാരാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. അസിസ്റ്റന്റ് എഞ്ചിനീയർ KSEB, സോറി 18 അല്ല, 23,835, സോറി 23,885 പേര് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ കൺഫർമേഷൻ കൊടുത്തേക്കെന്ന് വെച്ചാൽ വളരെ കുറച്ച് പേരാണ്. ഏകദേശം 18,000 ആയിരിക്കും കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അതെ, 18,078 പേരാണ് എന്ത് അതിന് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതായത് 23-ന്ന് 18ആയിട്ട് തോന്നി, ഏകദേശം 5,000 സംതിങ് ആൾക്കാർ എന്താ കൺഫർമേഷൻ കൊടുക്കാണ്ട് തന്നെ പോയിട്ടുണ്ട്. ഓക്കെ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ KSEB ഡയറക്റ്റ്. ഇത് 30/6/2023 രാവിലെ 7:15 തൊട്ട് 9:15 വരെ തന്നെയാണ്. 16-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. OMR എക്സാം തന്നെയാണ്.
അതുപോലെ ഇംഗ്ലീഷ് മീഡിയം ആണ് 90 മിനിറ്റാണ് ഡ്യൂറേഷൻ. ഓൾറെഡി ഇതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ കണ്ടിട്ടുണ്ടാവും. ഓക്കെ. അതേപോലെ ബാക്കിയുള്ള ബ്രാഞ്ചസിന്റെ ഒക്കെ എന്ത് ആ ഒരു സമയത്ത് നടത്തുന്നുണ്ട്. 7:15 തൊട്ട് 9:15 വരെ എല്ലാ OMR എക്സാം തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിന്റെ കൂടുതൽ അതായത് ഇലക്ഷൻ പോളിയുടെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, KCBയുടെ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ വീഡിയോസ് കൊണ്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് തൽക്കാലം ഇവിടെ എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, എന്നാ താങ്ക് യു.